നമ്മളാരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് പിസ്സ കട്ട്ലറ്റ്. പിസ്സ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, കട്ട്ലറ്റ് നമുക്കൊരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പിസ്സ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. നല്ല ചൂട് കട്ട്ലറ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പിസ്സയുടെ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് കാണാൻ നല്ല രസമുണ്ടാവില്ലേ. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പിസ്സ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഈ 2 പൊട്ടാറ്റോനെ ഞാൻ വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചതാണ്. അതിനെ ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്യാം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാഷ് ചെയ്യുന്ന പോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ മാഷ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അതിനുശേഷം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലോണം അതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ കുരുമുളക് പൊടിയും ഉപ്പും ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉള്ളിലേക്കുണ്ട് ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കന് വേവിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കന് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പോളം ചിക്കൻ ഉണ്ടാവും. അതായത് ഇങ്ങനെ പിച്ചിയതിന് ശേഷം 1 കപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ആദ്യം കുറച്ച് സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞത്. തക്കാളീൻ്റെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതേപോലെ അരിഞ്ഞെടുക്കാനും. കുരു കളഞ്ഞിട്ട് അതിൻ്റെ പുറമേയുള്ള ഭാഗം മാത്രം മതി. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസിനെ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. അതേപോലെ ഇവിടെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ മുകളിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള പിച്ചി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇത് നമ്മൾ ഈ കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നിറക്കാനാണ്. അപ്പോൾ കുറേ വലിയ പീസായാൽ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ചെറുതായിട്ട്, ഒരുപാടങ്ങ് പൊടിയാക്കണ്ട, എന്നാലും കുറച്ച് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒലീവ് ചേർക്കാം കേട്ടോ. പിസ്സയിൽ ഒലീവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒലീവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കാരണം എല്ലാവരുടെ കയ്യിലും ഒലീവ് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒലിവ് ചേർത്തിട്ടില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതിലിട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാടങ്ങ് വേവാനൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഓൾറെഡി കുക്കായതാണ്, പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലിട്ടിട്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പിസ്സ സോസ് ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരുപാട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പിസ്സ സോസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ ചിക്കന് വേവിച്ചപ്പോൾ തന്നെ അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിരുന്നു. ഇനി അത് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കനിൽ അത് ചേർത്തിട്ടില്ലെങ്കിൽ, ഞാൻ ഓൾറെഡി ചേർത്തുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇത് കുറച്ച് സമയം ഇതിൽ കിടന്ന് കുക്കാവട്ടെ. കുക്കാവുക മീൻസ് ആ സോസിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇത്രയേ ഉള്ളൂ, കുറച്ച് സമയം വഴറ്റിയാൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂട് കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പിസ്സ കട്ട്ലറ്റ് ആണല്ലോ, അപ്പോൾ പിസ്സയിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഒരിഗാനോ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമില്ല. പക്ഷേ അതിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മൊസറല്ല ചീസ്, പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചീസ് തന്നെ മൊസറല്ല ചീസ് യൂസ് ചെയ്യാം. ഇനി സാധാ ചീസാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്താലും മതി. പിന്നെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ ചിക്കനും ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്, ആ ഒരു മിക്സാണിത്. മറ്റേത് നമ്മൾ ആദ്യം മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും. ഇനി ഇതിനെ നമുക്ക് ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പൊട്ടാറ്റോ കയ്യിലേക്ക് എടുക്കാം.
പിന്നെ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ അത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു പൊട്ടാറ്റോയുടെ അളവ് നമ്മൾ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ വെച്ച് ഇതേപോലെ പരത്തിയിട്ട് നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മൊസറല്ല ചീസ് കുറച്ചെടുത്തിട്ട് ഇടാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഒരിഗാനോ ഇട്ട് കൊടുക്കാം. ഒരിഗാനോ ഇട്ടാൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചാൽ മതിയാവും, അവർ എടുത്തു തരും. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചിട്ടുണ്ട്, ഒരുപാട് കൂടി പോകണ്ട കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അതിനുശേഷം നമുക്ക് ഈ ഫില്ലിങ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ ഫില്ലിങ്ങിൻ്റെ അളവും ഒരുപാട് കൂടണ്ട, കാരണം നമ്മളിത് കവർ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കൂടണ്ട, ഞാനൊരു പാകത്തിനേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിന് മുകളിൽ കുറച്ചുകൂടെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം, കാരണം ചീസാണല്ലോ മെയിൻ പിസ്സ കട്ട്ലറ്റ് ആകുമ്പോൾ അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിനെ നമുക്കിങ്ങനെ പതുക്കെ ഒരു ബോളാക്കിയിട്ട് എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം കേട്ടോ, കാരണം നമ്മുടെ ഈ പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മളിത് ബോളാക്കി എടുക്കാൻ. അപ്പോൾ 2 കൈയും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി എന്നിട്ട് ഒരു ബോളാക്കിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏതെങ്കിലും ഭാഗം നമുക്ക് പൊട്ടറ്റോ അവിടെ ഇല്ല തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ താഴെയുള്ള ആ ഭാഗത്ത് നിന്ന് കുറച്ച് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങ് കവറായിക്കോളും, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കണ്ടോ, ഇത് ആ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ട് ഇവിടേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഷേപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു ബോളായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. പതുക്കെ പ്രസ് ചെയ്തിട്ട് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുത്താൽ മതി. ഇതാ നമ്മുടെ സാധാ കട്ട്ലറ്റിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വലിപ്പം ഉണ്ടാവുന്നു, കാരണം ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയിട്ടെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിനും നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലറ്റിനെയും ഞാൻ ഇതേപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 കട്ട്ലറ്റിനുണ്ട് എമൗണ്ടാണ് ഉണ്ടായിരുന്നത്. പൊട്ടറ്റോ മറ്റേത് കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. അതിന് ബ്രെഡിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ കട്ട്ലറ്റിനും ചെയ്യുന്ന പോലെ തന്നെ ഇനിയുണ്ട് പ്രൊസീജിയർ. അപ്പോൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇവിടെ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് കോട്ടിങ് ചെയ്യണം. ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന കട്ട്ലറ്റിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, കാരണം ഉള്ളിൽ ഫില്ലിങ് ഉണ്ടാവുകൊണ്ട് തന്നെ വലിയ ഹാർഡായിട്ട് ഇത് ഇതിലേക്ക് ഇടൊന്നും വേണ്ട, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. പൊട്ടിപ്പോകുന്നുണ്ട് പേടികൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പതുക്കെ ചെയ്യാം. ഇപ്പോൾ നല്ലോണം കോട്ടായിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ. അപ്പോൾ ഇനി ബാക്കിയുള്ള 4 എണ്ണം ഇതേപോലെ ചെയ്തെടുക്കാം. ഇതപ്പോൾ ഞാൻ എല്ലാം അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എണ്ണ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക, എന്നിട്ട് സിമ്മിലേക്ക് ആക്കിയ ശേഷം കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഒന്ന് മറിച്ചിടാം. എന്നിട്ട് മറ്റേ ഭാഗം നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഇത് ഒരുപാട് എണ്ണം ഒരുമിച്ചിടാതിരിക്കുക കേട്ടോ നല്ലത്. നമ്മൾ കാരണം അത് ഒരുമിച്ചാകുമ്പോൾ നമുക്ക് മറിച്ചിടുമ്പോഴേക്കും അടുത്തുള്ളതിനുമേ തട്ടിയാൽ അത് ഉടയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലോണം ഇഷ്ടമാവും കേട്ടോ. ഞാനിത് ആദ്യമൊന്നും ഉണ്ടാക്കി നോക്കി, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. പ്രത്യേകിച്ച് പിസ്സ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമാകും. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണെന്ന്. അപ്പോൾ എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കുക. പിന്നെ നമ്മുടെ നോമ്പിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. നോമ്പിന് നമ്മളെല്ലാവരും കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന ബീഫ് കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഇങ്ങനെ ഒരു കട്ട്ലറ്റ് അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഷെയ്ഡാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നാലല്ലേ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതാ നല്ല ചൂടോടെ
ചൂടോടെ തന്നെ വേണ്ട, എന്നാലേ ഈ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുള്ളൂ. കണ്ടോ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. തണുത്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ചീസ് ഇങ്ങനെ വരില്ല. നമ്മൾ പിസ്സയൊക്കെ കഴിക്കുമ്പോഴുള്ള പോലെ തന്നെ ചൂടോടെ ആയാലേ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.